പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്, ഇപ്പോൾ സാധാരണ നിലയ്ക്ക് സാമ്പത്തിക രംഗത്ത് പലപ്പോഴും ബിസിനസ്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തൻ്റെ കോമ്പറ്റീറ്റർ അല്ലെങ്കിൽ താനുമായി ആ ബിസിനസ്സിൽ മത്സരിക്കുന്ന വ്യക്തിയെ എങ്ങനെ പരാജയപ്പെടുത്തി തൻ്റെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുവരാം എന്ന് പഠിപ്പിക്കുന്നിടത്ത് ഇസ്ലാം പഠിപ്പിക്കുന്നത്, ഞാൻ മാത്രം വിജയിച്ചാൽ പോരാ, എൻ്റെ സഹോദരനും വിജയിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തൻ്റെ സഹോദരന്റെ കച്ചവടത്തിന് ഭംഗം വരുത്തുന്ന രൂപത്തിൽ മറ്റൊരാൾ കച്ചവടം ചെയ്യാൻ പാടില്ല. ലാ യബിഅ അഹദുകും അലാ ബൈഇ അഖീ. ഉദാഹരണത്തിന്, ഒരാള് മറ്റൊരാളുമായിട്ട് കച്ചവടമൊക്കെ പറഞ്ഞു വെച്ച്, ഇൻഷാ അല്ലാഹ് ഇത്ര വിലക്ക് നിങ്ങളെ ഈ വസ്തു വാങ്ങിക്കാന്നൊക്കെ പറഞ്ഞ് കച്ചവടമൊക്കെ പറഞ്ഞ് പൂർത്തിയാകുന്നതിനിടയ്ക്ക്, ഞാൻ അതിനേക്കാൾ നല്ല സാധനം നിങ്ങൾക്ക് കുറച്ചും കൂടെ വില കുറച്ചിട്ട് തരാം എന്ന് പറഞ്ഞിട്ട് ആ കച്ചവടം മുടക്കുന്ന ഏർപ്പാട്, അത് ഇസ്ലാമിന് നിഷിദ്ധമാണ്. ലാ യബിഅ അഹദുകും അലാ ബൈഇ അഖീ. ഒരാൾ തൻ്റെ സഹോദരൻ ചെയ്യുന്ന ഒരു കച്ചവടം, ആ കച്ചവടത്തിന് ഭംഗം വരുത്തുന്ന രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ കച്ചവടം ചെയ്യാൻ പാടില്ല.